നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. നേരത്തെ ഞാൻ കുറച്ചു മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മറ്റുമല്ല, റസ്മിൻ പുറത്തായോ എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അതൊരു കൺഫർമേഷൻ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ വന്നത് ഒരു കൺഫർമേഷൻ ന്യൂസുമായിട്ടാണ്. കൺഫർമേഷൻ മറ്റൊന്നുമല്ല, ശരണ്യ പുറത്തായി എന്നുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. റസ്മിന്റെ കേസ് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ റസ്മിന്റെ കേസ് എന്റെ അടുത്ത് പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് റസ്മിൻ പുറത്തായിട്ടില്ല എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. ശരണ്യ പുറത്തായി എന്നുള്ള ഒരു ന്യൂസ് കൺഫേം ആയിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആരാണ് നമ്മുടെ ശ്രീരേഖ. ഇപ്പൊ ശരണ്യ പുറത്തായിട്ടുണ്ടെങ്കിൽ ശ്രീരേഖ ചിലപ്പോൾ സേവ് ആയിട്ടുണ്ടാവാം. ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ, അതായത് ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ശരണ്യ പുറത്താവുകയും ഇനി നാളത്തെ എപ്പിസോഡിൽ ഷൂട്ട് കഴിഞ്ഞില്ലല്ലോ, നാളത്തെ എപ്പിസോഡിൽ മറ്റാരെങ്കിലും പുറത്താകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ശരണ്യ പുറത്തായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഏതാണ്ട് 100% വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ന്യൂസ് തന്നെയാണ്. നിങ്ങൾക്കറിയാൻ ഞാൻ പറയുന്നത് അങ്ങനെ തെറ്റാറില്ല. അതുകൊണ്ട് തന്നെ ശരണ്യ പുറത്തായിട്ടുണ്ട്. അതിനോടൊപ്പം റസ്മിന്റെ പ്രമോ നമുക്ക് ഇന്ന് കാണിച്ചില്ലേ. റസ്മിന്റെ പ്രമോ ഇന്ന് കാണിച്ചപ്പോൾ റസ്മിൻ പുറത്താകുന്നതായിട്ടാണ് കാണിച്ചത്. അതാ പക്ഷേ റസ്മിൻ പുറത്തായിരുന്നു എങ്കിൽ ഞാൻ അറിഞ്ഞേനെ, അവർ പറഞ്ഞേനെ റസ്മിൻ പുറത്തായി എന്നുള്ളത്. അപ്പൊ റസ്മിൻ പുറത്തായിട്ടില്ല എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. എന്തായാലും ശരണ്യ പുറത്തായിട്ടുണ്ട്. ശ്രീരേഖയുടെ കേസ് എനിക്ക് അറിയത്തില്ല. ഇനി നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണെന്ന് അറിയില്ല. അതോ ഈ വട്ടം ഒരു എവിക്ഷനേ ഉള്ളൂ, അതും എനിക്കറിയത്തില്ല. ചിലപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ശ്രീരേഖയും കൂടി പുറത്താവുമായിരിക്കാം. മനസ്സിലായോ? നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.